ഞാൻ ചിങ്കിതിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മോർണിംഗ് റുട്ടീനിലേക്ക് രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിക്കാൻ വെച്ചു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി എല്ലാ ദിവസവും. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്, റൂബി തേച്ചെന്ന്. പിന്നെ ഇത് ദിനേശ വല്യാതി തൈലം ആൻഡ് നാൽപ്പാമ്പരാതി എണ്ണ, ഇത് രണ്ടെണ്ണം കൂടി മിക്സ്ഡാണ്. അപ്പം ഇത് തേച്ചിട്ട് പിന്നെ ഒരു വേറൊരു പൊടികളുണ്ട്, കുറച്ച് പൊടികൾ. ആ പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടിയിൽ ടാഗ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് തേച്ചിട്ടാണ് നമ്മളിന്ന് കുളിക്കാൻ പോണത്. ഇത് ആക്ച്വലി മേത്ത് മൊത്തമായിട്ട് തേക്കാൻ ഒക്കെയാണ്. പിന്നെ വെളിച്ചെണ്ണ തേക്കുന്നതിൻ്റെ പ്രത്യേകത ആക്ച്വലി ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ചത് നമ്മൾ ക്യാമറയിലോ കണ്ണടിയിലോ നോക്കാൻ പാടില്ല എന്നാണ്. തൽക്കാലത്തേക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട്, എല്ലാ ദിവസവും ഞാൻ കാണിച്ചിട്ടില്ല നോക്കുക. പിന്നെ അടുത്തത് സ്ഥിരം നമ്മുടെ വെളിച്ചെണ്ണ. എല്ലാ ദിവസവും നമ്മൾ ഇനി വെളിച്ചെണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ. ഇനി നമുക്ക് കുളിച്ചിട്ട് കാണാം. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാൻ പോകുമ്പോൾ സോപ്പിന് പകരം ഈ പൊടി യൂസ് ചെയ്യാം. പൊടി എന്താണെന്നുള്ളത് കുറേ പൊടികളുണ്ട്. ചെറുപയർ പൊടി, റാഗിപ്പൊടി, ചന്ദനപ്പൊടി, ഓറഞ്ച് പൊടി, ലിക്വിഡ് റൈസ് പൗഡർ, അങ്ങനെ കുറേ പൊടികൾ, ഒരു 9, 10, 12 പൊടികൾ മിക്സാണ് ഈ പൊടി. അത് ഞാൻ ആ ചേച്ചിയുടെ ലിങ്ക് ഞാൻ ഇൻസ്റ്റയിൽ അതിലിട്ടിട്ടുള്ള ലിങ്കില്ലേ, അത് ഞാൻ അതിൽ അടിയിൽ ടാഗ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം കുളിച്ചു. ഇനി മോയ്സ്ചറൈസർ നമ്മൾക്ക് തേക്കണം. മോയ്സ്ചറൈസറും കൂടി തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ സ്കിൻ കെയർ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നല്ല ഡ്രൈ സീസൺ കാരണം കൊണ്ട് എൻ്റെ സ്കിന്ന് നല്ല രീതിക്ക് ഡ്രൈ ആവുന്നുണ്ട്. എൻ്റെ സ്കിൻ ഡ്രൈ സ്കിന്നാണ്, അത് കാരണം നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മളൊരു ദിവസം 3 ലിറ്റർ വെള്ളമാട്ടോ കുടിക്കേണ്ടത്. എൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വാട്ടർ, അങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടതെന്നാണ് എൻ്റെ അടുത്ത് ഡയറ്റീഷ്യൻ പറഞ്ഞത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെന്നും എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് റൂബിയുടെ കൂട്ട ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പുറത്തേക്ക് പോയിട്ട് വരാം. ഞങ്ങൾ പോകുമ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അവിടേക്കാണ്. അപ്പോൾ ഞാൻ സ്റ്റേഡിയം റൗണ്ട് അടിച്ച് കാണിപ്പിച്ചു തരാം. കാരണം ഇനി അടുത്ത ഫെബ്രുവരി ലാസ്റ്റോട് കൂടെ ഞാനും ഇവിടുന്ന് തെറിക്കും. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു കൊച്ചി ടൂറും ഞാൻ ചെയ്തു തരാം. എനിക്കറിയുന്ന സ്ഥലങ്ങൾ മാത്രം കേട്ടോ, അധികം ഔട്ട്സ്കേർട്ട്സൊന്നും ഒന്നും എനിക്കറിഞ്ഞൂടാ. ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നു, പക്ഷേ കൂടിയില്ലാത്തതുകൊണ്ട്. റൂബിയുടെ ഫാഷൻ ഇതാണ്. റൂബി ഹലോ. ഇതൊരു വലിയൊരു ജംബോ ബർഗറാണ്. ഇന്നത്തെ ജംബോ കലാവിരുദ്ധ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പിരിയാന്ന് വിചാരിച്ചു. ജംബോ ബർഗർ ഡയറ്റ് നോക്കുന്ന ആൾക്കാർ കഴിക്കരുത്. എൻ്റെ ഇന്നത്തെ നമുക്കിപ്പം ഒരു 5 ഈ മാസം കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫെബ്രുവരി വരെ മറ്റേ ജങ്ക് ഫുഡ് നമുക്കൊരു 5 പോയിൻറ്റ്സിൽ കൂട്ടാം. 5 പോയിൻറ്റ്സിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഔട്ട്. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ ഒരു റീലെടുത്തിട്ടുണ്ടേ, റീലും കാണിച്ചു തരാവേ. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ദിവസം കഴിയാൻ വേണ്ടിയിട്ടുള്ള ദിവസമായതാണുണ്ട്. നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടാകുന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്നിട്ടൊരു മന്ദ നിറച്ച് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ എണ്ണ മുഖത്തേക്കുണ്ടല്ലോ, ഞാനത് പഠിച്ചത്. ഇവിടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാളെ കാണുന്നതായിരിക്കും. നാളെ സന്ധിപ്പം. അഞ്ഞാം.